പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ സ്വപ്നങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതി തന്നെ കൊല്ലുന്നതിനായുള്ള ശ്രമവുമായിട്ടാണ് ഇപ്പോൾ അശ്വിൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള സ്വപ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അവൾ. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്നു. അശ്വിൻ തന്നെ എന്തിനാണ് ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മനസ്സിൽ. അശ്വിനോട് തന്നെ ചോദിക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ശ്രുതിയെ കാണുന്ന അശ്വിൻ ആകെ പകച്ചു പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശ്രുതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത്? അവൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് മുതലായ ചോദ്യങ്ങൾ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അശ്വിൻ. ശ്രുതി, നിനക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് ഈ കാര്യം മനസ്സിലായില്ല. അത് കേട്ടതിനെ തുടർന്ന് വെറുതെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കരുത്. നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നേ? നിന്നെ കൊല്ലാനോ? ഞാനിപ്പോ ശ്രമിച്ചു? നീ ഓരോന്ന് പിച്ചുമ്പേയും വിളിച്ചു പറയുകയാണോ? കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊന്നും വിളിച്ചു പറയുന്നതല്ല. ഞാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള ദേഷ്യമെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യവും എനിക്കറിയാം. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തിനാണ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? നിനക്ക് എന്താണ് പറ്റിയത് ശ്രുതി? നീ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ എന്ന് അശ്വിൻ പറഞ്ഞതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന അപകടത്തിൽ നിന്ന് ശ്രുതിയെ അശ്വിൻ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതോടെ അശ്വിൻ തന്നെ കൊല്ലാനല്ല ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി മനസ്സിലാക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.